മലയാളിയായ ബൈജു രവീന്ദ്രൻ കെട്ടിപ്പടുത്തിയ ബിസിനസ് സാമ്രാജ്യം എവിടെയാണ് പാളിയത്? ഒടുവിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി. We have made mistakes, but all of that was in the initial years. We have corrected all of that. കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിയായ ANAക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. ഇന്ത്യൻ ടെക് കമ്പനികളുടെ തലതൊട്ടപ്പൻ തിരിച്ചുവരവിന്റെ പാതയിലോ? പരിശോധിക്കാം. ഒരു കാലത്ത് രാജ്യത്തെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്നായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രൻ നയിച്ച ബൈജൂസ്. $22 ബില്യൺ, അതായത് ഏകദേശം 1.8 ലക്ഷം കോടി രൂപ മൂല്യമുണ്ടായിരുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നയിച്ചത് ഷാറൂഖ് ഖാനും മെസ്സിയും അടങ്ങുന്ന വമ്പന്മാരാണ്. ചുരുങ്ങിയ വർഷം കൊണ്ട് 21ഓളം രാജ്യങ്ങളിലേക്ക് വളർന്ന കമ്പനി പക്ഷേ ഇന്ന് പാപ്പരാകുന്നതിന് തുല്യമായ അവസ്ഥയിലാണ്. എല്ലാത്തിനും കാരണം 2021 സ്വീകരിച്ച $1.2 ബില്യൺ ടേം ലോൺ ആയിരുന്നു എന്ന് ബൈജു പറയുന്നു. 21 രാജ്യങ്ങളിലേക്ക് അതിവേഗം വളരാനുള്ള തീരുമാനവും തെറ്റി. എന്നാൽ ബിസിനസ്സിൽ തെറ്റുകൾ പറ്റാമെങ്കിലും യഥാർത്ഥ സംരംഭകൻ പരാജയപ്പെടില്ലെന്നാണ് ബൈജുവിന്റെ വാദം. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനമായിരുന്നില്ല. എന്നിലെ അധ്യാപകൻ ഉണർന്നു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ബൈജൂസ് 3.0യുടെ പണിപ്പുരയിലാണ് നിലവിൽ ബൈജു രവീന്ദ്രനും കൂട്ടരും. നഷ്ടമുണ്ടായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇക്കുറി നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കാരെ ഇന്റർനെറ്റിലൂടെ പഠിക്കാൻ ശീലിപ്പിച്ച ബൈജൂസിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബിസിനസ്സിൽ തെറ്റുപറ്റിയതിന്റെ പേരിൽ എല്ലാ കാലവും ബൈജു രവീന്ദ്രനെ പോലെ ഒരാളെ പുറത്തു നിർത്താൻ കഴിയുമോ? ബൈജു രവീന്ദ്രൻ ശരിക്കും ഒരു സെക്കൻഡ് ചാൻസിന് അർഹനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്.